ഞാൻ ആദ്യമായിട്ടാണ് ഞാൻ അമേരിക്കയിലാണ് വളർന്നത്. അപ്പോൾ അവിടുത്തെ സ്കൂളിങ്ങിലൊക്കെയാണ് എനിക്കുണ്ടായിട്ടുള്ളത്. സോ ആദ്യമായിട്ടാണ് ഞാൻ ഒരു കോളേജ് ഫംഗ്ഷന് വരുന്നത് ഇന്ത്യയിൽ. അതും ഫുൾ ഗേൾസിനെയും ആ പവർ ഇതുവരെ കാണാൻ എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടുണ്ട്. ഇവിടുത്തെ ഇങ്ങനെ കോളേജൊക്കെ പഠിക്കണം തന്നെയായിരുന്നു എന്നാലും അങ്ങനെയാണ് പഠിച്ചത്. നിങ്ങളുടെ എക്സൈറ്റ്മെൻറ്റും നിങ്ങളുടെ ഒരു എൻതൂസിയാസം കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. നല്ല സിനിമ ഷാപ്പ് അറേഞ്ച് ചെയ്തു. എനിക്ക് ആക്ച്വലി എന്താണ് സോ ഇങ്ങനെ നിങ്ങൾക്ക് തിയേറ്ററിൽ പോയി കാണാം. ഒരു കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആയിരിക്കും. വിഷ്വലി ആണെങ്കിലും ഓഡിയോ വോയിസ് എന്തിനായിട്ട് പറഞ്ഞറിയിക്കുന്ന ഒരു സിനിമയല്ല, അതായത് കണ്ട് അറിയേണ്ട ഒരു സിനിമയാണ്. സോ എന്തായാലും നിങ്ങൾ തിയേറ്ററിൽ തന്നെ കാണാം. നമുക്ക് ഇഷ്ടപ്പെടുന്ന വിചാരിക്കുന്നു. എന്തായാലും താങ്ക് യു സോ മച്ച് ഇവിടെ ഇൻവൈറ്റ് ചെയ്തതിന്. നിങ്ങളുടെ ഫംഗ്ഷനൊക്കെ നന്നായിട്ട് നടക്കണമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു. ഏതാണ് മോഡ്? ശരിക്കും ഇനി അത് വിശന്നിട്ടാണ് ഇന്നലെ 12 മണിയായി. ഏതാ മോഡ്? അടിപൊളി, വളരെയധികം സന്തോഷം. ഞാൻ 2ാമത്തെ പ്രാവശ്യമാണ് ഈ കോളേജിൽ വരുന്നത്. ഒരു 6 വർഷം മുമ്പ് ഓർക്കുന്നില്ല. ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം. പിന്നെ അതിന് മുമ്പ് ഒരു ചെറിയൊരു മിസ്റ്റേക്ക്, മറ്റേ മിസ്റ്റേക്ക് തിരുത്തി. ശ്രീരാജ് ശ്രീനിവാസാണ്, ശ്രീജിത് ശ്രീനിവാസെന്നും ഒരു മിസ്റ്റേക്ക് പറ്റി. കുഴപ്പമില്ല, ക്ഷമിക്കാതെ. ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് ശ്രീരാജ് ശ്രീനിവാസൻ. അപ്പം അതുകൂടി ഒന്ന് പറയണമെന്ന് തോന്നി. കാരണം ഈ പടത്തിന് അമരക്കാരൻ ഒരു സംവിധായകനാണ്, എല്ലാ സിനിമയുടെ അമരക്കാരൻ. അപ്പം അത് തെറ്റ് തിരുത്തണം എന്ന് തോന്നുന്നു. ഈ പ്രധാനപ്പെട്ട ചോദ്യം, എത്ര പേര് കണ്ടു പ്രാഥമിക ശാന്തി? കാണുക അണ്ണാകിലേക്ക് കൈകടിക്കണമെന്ന് കാണാനും കുഴപ്പമില്ല. അപ്പോൾ ഞാനധികം സംസാരിച്ച് സമയം വേസ്റ്റ് ചെയ്യുന്നില്ല. എങ്കിലും പ്രാവികൂർ ഷാപ്പിന്റെ നായിക വൃന്ദ, നമ്മുടെ ശാന്തിനി കാണാൻ പോയി. ശാന്തിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഒരു പാട്ടുണ്ട്. നിങ്ങൾ പാടാൻ കണ്ടിട്ടുണ്ടെങ്കിൽ എങ്കിലും ആ പാട്ട് വളരെ പോപ്പുലർ ആയിട്ടൊരു പാട്ടാണ്. ആ പാട്ട് പാടിക്കൊണ്ട് തുടങ്ങാൻ കയറി. ഞാൻ എൻ്റെ ഭാഗത്ത് എവിടെ ചെന്നാലും പാടിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇതൊരു വെറൈറ്റി ആയിരിക്കും. ചന്ദ്രോദയത്തിന്റെ കാന്തിയാണ് അവൻ ഈ പാടാൻ പോലെ എന്നാ ഒരുമിച്ചിട്ട് പാടാം. 1, 2, 3 ചന്ദ്രോദയത്തിന്റെ കാന്തിയാണ് അവൻ ചാരുറ്റ കാരുണ്യ രാഗമാണ്. ഇനി വേറെ എന്താ അടുത്തെന്നാണ് പരിപാടി? നമ്മളിവിടെ പോയിട്ട് 2 പാട്ടൊക്കെ പാടി ഡാൻസ് കളിക്കാൻ. ഡാൻസ് കളിക്കണം ഇവിടെ പ്രത്യേകം എടുത്ത് പറഞ്ഞിരുന്നു. നിങ്ങൾ ഡാൻസ് നല്ല വെട്ടിക്ക് ഡാൻസാണ് കേട്ടോ. ഇവിടെ വന്ന 2 പേര് അടിപൊളി. ഞങ്ങൾ കോളേജിൽ വളരെ ശക്തമായിട്ട് ഇവിടുന്ന് ഒരു 10 കിലോമീറ്റർ മാറിയുള്ള കോളേജിലാണ് ഞാൻ പഠിച്ചത്. MES കോളേജ് മാറുന്നത്. നിങ്ങൾ പരിചയമുള്ള കോളേജായിരിക്കും. നിങ്ങൾക്ക് പരിചയമുള്ള അതിലൂടെ പഠിച്ചിട്ടുണ്ടാവും, പഠിക്കുന്നുണ്ടാവുമായിരിക്കും, ഇനി പഠിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടാവുമായിരിക്കും. അവിടെയാണ് പഠിച്ചത്. അപ്പോൾ അവിടുത്തെ ആ സമയത്തൊക്കെ ഈ പ്രൈവറ്റ് കോളേജുകളുടെ ഒരു ഉത്സവം നടക്കുമായിരുന്നു. നിറം എന്നായിരുന്നു അതിന് പേരിന്. തൊട്ടപ്പുറത്തായിരുന്നു നടന്നുകൊണ്ടിരുന്നത്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവുമ്പോഴേ നിങ്ങളൊക്കെ വളരെ കുഞ്ഞായിരുന്നിരിക്കും. അത് നിന്നിട്ട് ഇപ്പോൾ 2006, 2007 നിന്നുകൊണ്ട് തോന്നുന്നു. അത് നിൽക്കണം അവസാനമായിട്ട് ഉണ്ടായിരുന്നു. അതെ, ഞാൻ കൂടുതൽ ജോലി. അപ്പോൾ ആ കോളേജ് മൂഡിലേക്ക് വരാൻ ഞാൻ പറഞ്ഞോളെന്ന് വെച്ചാൽ 2 പേരും നിങ്ങളുടെ കൂട്ടത്തിൽ ഡാൻസ് ചെയ്തു. 2 പേരും നിങ്ങളുടെ കൂട്ടത്തിൽ എൻ്റെ കൂടെ പാട്ട് പാടാം. കോളേജ് വൈകിട്ട് ചോദിച്ചത് ഭയങ്കര സൈലൻ്റായി. 2 പേര് ഇത്രയും ശക്തരായ നിങ്ങൾക്കിടയിൽ നിന്ന് 2 പേർ പെൺകുട്ടികൾ
ആരാണ് വരുന്നത് ഒരാളും ഇല്ലേ ഈ കോളേജിൽ പാട്ട് പാടാൻ അറിയണം രണ്ടുപേർ ധൈര്യത്തിൽ നമ്മുടെ സ്വന്തം സ്റ്റേജാണ് 5 മിനിറ്റ് കഴിയുമ്പോൾ ഞാൻ നിങ്ങൾക്ക് സ്റ്റേജ് വന്നിട്ട് പോകും വെൽക്കം ടു